അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറുദാ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സമാദരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ അൻവർ ദാരിമി അവറുകളെ, ഈ പ്രൗഢഗംഭീരമായ സദസ്സിന് പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ ഒക്കെ ഇമ്പിച്ചു പോയ തങ്ങൾ, സ്വാഗതമോദിയ പ്രിയപ്പെട്ട സുലൈമാൻ, വിഷയാവതരണത്തിന് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി, പ്രിയപ്പെട്ട SKSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫ്, ബഹുമാനപ്പെട്ട മുജീർ റഹ്മാൻ അൻസരി, ഷരീഫ് ദാരിമി, റഹ്മാനി അടക്കമുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സമസ്തകള ജമിയത്തുൽ ഉലമയുടെയും പോഷകഘടകങ്ങളുടെയും കർമ്മോത്സുകരായ നേതാക്കന്മാരെ, നീലഗിരി ജില്ലയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SKSFൻ്റെ കർമ്മോത്സുകരായ ഭടന്മാരെ, സ്നേഹനിധികളായ നാട്ടുകാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ പ്രവർത്തനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നത് വരെ ഈ സംഘശക്തിയുടെ പിന്നിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആദർശം അമാനത്താണെന്ന SKSF സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പയിൻ ഭാഗമായി കൊണ്ട് നീലഗിരി ജില്ല നടത്തപ്പെടുന്ന ആദർശ സമ്മേളനത്തിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം എന്നുള്ളത് കേരളീയ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ശംസുൽ ഉലമയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു സംഘടനയല്ല, പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ പര്യായമാണ്. ദീനിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്തായ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ 1926 അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും തുടക്കം കുറിച്ച ഒരു മഹത്തായ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇതാണെന്ന് ഉമ്മത്തിനെ പരിചയപ്പെടുത്തി കൊടുത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ചൊവ്വായ പാന്താവിലൂടെ നയിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഉമ്മത്തിന് ഒരു അണിമണി പൂക്കം പോലും ലാഞ്ചനയില്ലാതെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അതാണ് തഖ്വയുടെ മേൽ അസ്ഥിവാരമിട്ട സംഘടനയാണ്. ഇന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം ഒരുപാട് സംവിധാനങ്ങളും മദ്രസകളും ഒരുപാട് ദീനി കലാലയങ്ങളും ഒരു വലിയ സംവിധാനത്തിലൂടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിൻ്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായി ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ മദ്രസ സംവിധാനങ്ങൾ, അറബി കോളേജുകൾ, സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ കാലഘട്ടത്തിന് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഉമ്മത്തിന് നൽകുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് ഏതു മനുഷ്യർക്കും നോക്കിയാൽ കാണാൻ മനസ്സിലാക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിന്നു എന്നതാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ ചെയ്തത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബിദ്അത്ത് കൊണ്ടും കുഫ്രിയത്ത് കൊണ്ടും ശിർക്ക് കൊണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ താബിഈങ്ങളും കൊണ്ടുവന്ന വിശുദ്ധമാക്കപ്പെട്ട ദീൻ, അതിനെവിടെ അത് അനുഗ്രഹിച്ചു പോകുന്നതിനെ ശിർക്കാണ്, ബിദ്അത്താണ്, കുഫ്രിയത്താണെന്ന് പറഞ്ഞ് ആരോപിച്ചപ്പോൾ ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിന്നുകൊണ്ട് ഇതാണ് യഥാർത്ഥ വഴി എന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്ത് നമുക്കറിയാം. ഇവിടെ കേരളീയ സമൂഹത്തിന് മാത്രമല്ല, ഈ പ്രദേശത്ത് മുഴുവനും അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഉലമാക്കളുടെയും ഉമറാക്കളുടെയും സാന്നിധ്യത്തിലൂടെ എങ്ങനെയാണ് കേരളീയ സമൂഹം അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ ദീൻ പരിചയപ്പെടുത്തിയതെന്ന് പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സിൻഫാന മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹ അന്നാസു കുല്ലു വഇദാ ഫസദ ഫസദ അന്നാസു കുല്ലു അൽ ഉലമാ വൽ ഉമറാ. രണ്ട് വിഭാഗം നന്നായാൽ സമൂഹം മുഴുവനും നന്നായി, രണ്ട് വിഭാഗം ചീത്തയായാൽ സമൂഹം മുഴുവനും കേടുവന്നു. അന്ന് ഉലമാ വൽ ഉമറാ എന്ന് ഹബീബുനാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. നമുക്കറിയാം, ഈ ഗൂഡല്ലൂരിന്റെ മണ്ണിൽ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷമുണ്ട്. അതൊരിക്കലും നമ്മൾ തകർക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാത്വികരായ പണ്ഡിതന്മാരും ഇവിടുത്തെ ഉമറാക്കളും ബഹുമാനപ്പെട്ട KP ഹാജിയെ പോലുള്ളവർ ഈ ഗൂഡല്ലൂരിന്റെ മണ്ണിനെ ഒരു പാകപ്പെടുത്തിയ ഒരു സന്ദേശമുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വിഷയങ്ങളിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഇവിടുത്തെ ഉമറാഇന്റെ അവസാനത്തെ ശബ്ദം. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലൂടെ ഈ പ്രദേശങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീൻ പരിചയപ്പെടുത്തി നമ്മൾ ഓരോ പ്രദേശങ്ങളും ഈ ദീനില്ലാത്ത പല മേഖലകളിലും ഇവിടെ നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് മഹാനായ കാളാവ് സയ്യിദുൽ മുസ്ലിയാർ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ഓടി നടന്നിരുന്നൊരു മഹാവ്യക്തിത്വമായിരുന്നു. ഈ പ്രദേശത്ത് മഹാനവറുകൾ പള്ളിയും മദ്രസകളും ദീനി കലാലയങ്ങളും നൽകിക്കൊണ്ട് അദ്ദേഹവും KP ഹാജിയും ഒരുപാട് തവണ നമുക്കൊക്കെ കണ്ടതാണ്. ഇവിടെ ഒരുപാട് മേഖലകളിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ഒരു മഹത്തായ സംവിധാനം കെട്ടിപ്പടുത്തുയർത്തുന്നതിൽ മഹാനായ സയ്യിദ് അലി മുസ്ലിയാർ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ ഒരു അന്തരീക്ഷത്തിലൂടെ, സൗഹൃദത്തിലൂടെ, ദീനി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള എഴുത്തുകളും പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കെട്ടുറപ്പിന് ഒരിക്കലും അത് ബാധിക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുകൾ ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനത്തെ ആളുകൾ ഈ ഒരു സംവിധാനത്തെ തകർക്കാൻ വിചാരിച്ചാൽ, ഇങ്ങനൊരു കെട്ടുറപ്പിനെ തകർക്കാൻ വിചാരിച്ചാൽ കഴിയില്ല എന്നാണ് ഈ സമ്മേളനം വിളിച്ചോദിച്ചത്. ഇവിടെ ആ പോയതുപോലെയുള്ള ആ സൗഹൃദവും അന്തരീക്ഷം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. സമസ്ത അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ സമസ്തയുടെ വേരോട്ടമുള്ളൊരു മണ്ണാണ് നീലഗിരി എന്ന് നമുക്കറിയാം. ഈ വിക്കായയുടെ പ്രവർത്തകന്മാരെ കാണുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട SKSFന്റെ പ്രവർത്തകന്മാരെ കാണുമ്പോൾ ആ ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഈ സംഘശക്തിക്ക് ശക്തി പകരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സമസ്തയുടെ കീഴിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഖിർ ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.